പ്രിയ കുട്ടികളെ, എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. 2025 എല്ലാവർക്കും നല്ലൊരു വർഷമായിരുന്നു പ്രതീക്ഷിക്കുന്നു. അതുപോലെ 2026 എല്ലാവർക്കും നല്ലൊരു വർഷമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഉഷാസ് അക്കൗണ്ടിങ് സ്കൂളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതായത് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കമ്പനി അക്കൗണ്ട്. അതായത് നമുക്കറിയാം CBSEക്കുള്ള പോർഷനാണ്. ഡിഗ്രി 4th സെമിൽ ഇപ്പതേ മാർച്ചിൽ എക്സാം വരുന്നുണ്ട്. അവർക്കുമുള്ള ചാപ്റ്ററാണ് കമ്പനി അക്കൗണ്ട്. ഈ കമ്പനി അക്കൗണ്ടിൽ ഷെയറിന്റെ എക്സസ് ആപ്ലിക്കേഷൻ മാത്രം, അത് മാത്രം ഇന്ന് വ്യക്തമായിട്ടൊന്ന് പറയാൻ പോകാണ്. അപ്പോൾ ഈ എക്സസ് ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ടെങ്കിൽ കമ്പനി ഇഷ്യൂ ചെയ്തതിനേക്കാളും കൂടുതലായിട്ട് ആപ്ലിക്കേഷൻ കിട്ടുന്നതാണ് എക്സസ് ആപ്ലിക്കേഷൻ അഥവാ ഓവർ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. കമ്പനിക്ക് കൂടുതൽ ആപ്ലിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ രണ്ട് ഓപ്ഷൻ കമ്പനിക്കുണ്ട്. ഐദർ റീഫണ്ട് ഓർ അഡ്ജസ്റ്റഡ് ഓൺ അലോട്ട്മെന്റ്. ഒന്നല്ലെങ്കിൽ കമ്പനിക്ക് അത് തിരിച്ചു കൊടുക്കാം, അതല്ലെങ്കിൽ അലോട്ട്മെന്റിൽ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പൊ കമ്പനിയെ സംബന്ധിച്ച് കമ്പനിക്ക് ഏറ്റവും എളുപ്പം ഏതാണെന്നറിയോ? റീഫണ്ട് ചെയ്യുന്നതാ. റീഫണ്ട് ചെയ്താൽ അതിന് റിവേഴ്സ് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ കമ്പനിക്ക് ഈസി ആയിട്ട് അതിന്റെ പ്രൊസീജിയർ കണ്ടക്ട് ചെയ്യാം. ബട്ട് അത് അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴാണ് കുട്ടികൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. ആ അഡ്ജസ്റ്റ് ചെയ്യുന്ന എൻട്രിയിൽ നമുക്ക് അതെങ്ങനെയെന്ന് വ്യക്തമാക്കി തരാം. പ്രോറേറ്റ അലോട്ട്മെന്റ് എന്നാണ് അതിന് പറയുന്നത്. പ്രോറേറ്റ അലോട്ട്മെന്റ് ഉള്ള ഒരു ക്വസ്റ്റ്യനെ മക്കൾക്ക് ബോർഡ് എക്സാമിന് വരുള്ളൂ. അപ്പൊ നമുക്ക് അത് വിശദമായിട്ട് അത് മനസ്സിലാക്കി തരാം. ശ്രദ്ധിച്ചിരുന്നോളൂ. ഒരു കമ്പനി, ഒരു എക്സ് ലിമിറ്റഡ് എന്നൊരു കമ്പനി ഇഷ്യൂ ചെയ്തിരിക്കുന്നത് 10,000 ഷെയർ ആണ് പബ്ലിക്കിന് ഇഷ്യൂ ചെയ്തേക്കണത്. അപ്പൊ ഇത് കമ്പനി ഇഷ്യൂ ചെയ്ത ഷെയർ ആണ്. പക്ഷെ ആപ്ലിക്കേഷൻ കമ്പനിക്ക് റിസീവ് ചെയ്തപ്പോ ഒരു 12,000 ഷെയറിന് കമ്പനിക്ക് ആപ്ലിക്കേഷൻ കിട്ടി എന്ന് പറഞ്ഞാൽ 2,000 അവിടെ എക്സസ് ആണ്. ഈ എക്സസ് കിട്ടിക്കഴിഞ്ഞാൽ കമ്പനി എന്ത് ചെയ്തോളണം? ഒന്നല്ലെങ്കിൽ റീഫണ്ട് ചെയ്യണം, അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യണം. ഇനി നോക്കിക്കോളൂ, കമ്പനി ആ 100 രൂപ ഫേസ് വാല്യൂ 100 ആണ്. ഇത് എങ്ങനെയാ കളക്ട് ചെയ്യണെന്ന് നോക്കി. 10 രൂപ ആപ്ലിക്കേഷൻ, 25 രൂപ അലോട്ട്മെന്റ്, ബാക്കിയുള്ളത് ഫസ്റ്റ് കോള്, സെക്കൻഡ് കോള്, ഫൈനൽ കോള്, അങ്ങനെ കോളുകളായിട്ടാണ് കളക്ട് ചെയ്യുന്നത്. അത് നമുക്ക് വ്യക്തമായിട്ട് എല്ലാം കൂടിയുള്ള കണക്ക് പിന്നെ ചെയ്യാം. ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ ഈ അലോട്ട്മെന്റിന്റെ മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ ശ്രദ്ധിച്ചിരിക്കാം. ഫസ്റ്റ് എൻട്രി നമ്മൾ കൊടുക്കുന്നത് ആദ്യം തന്നെ ആപ്ലിക്കേഷൻ കിട്ടുന്നതാണ്. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കമ്പനി അവരുടെ ബുക്കിൽ ജേണൽ എൻട്രി എഴുതുന്നത് 12,000 ഷെയറിന് 10 ആണ് ആപ്ലിക്കേഷന്റെ എമൗണ്ട്. അപ്പോ 12,000 × 10 ആണ് കമ്പനി അവരുടെ ബുക്കിൽ എൻട്രി എഴുതുന്നത്. അപ്പൊ എമൗണ്ട് എഴുതുന്നത് ആ 12,000 ഷെയറിന് 10 റുപ്പീസ് വെച്ചാണ് കമ്പനിക്ക് കിട്ടിയിരിക്കുന്നത്. ഇതാണ് കമ്പനി ആദ്യം എഴുതുന്ന ജേണൽ എൻട്രി. നമ്മൾ നരേഷൻ എഴുതും, ആപ്ലിക്കേഷൻ മണി റിസീവ്ഡ് ഓൺ 12,000 ഷെയർസ്. ഇനി സെക്കൻഡ് എൻട്രി ആയിട്ട് അപ്പൊ നമ്മൾ 2 ഓപ്ഷൻ പറഞ്ഞിരുന്നു. ഫസ്റ്റ് കേസില് നമ്മളിപ്പോ പറയുന്ന എക്സാമ്പിള് എക്സസ് കമ്പനി റീഫണ്ട് ചെയ്യാണ്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പറയാണ് എക്സസ് ആപ്ലിക്കേഷൻ മണി റീഫണ്ടഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും അവസാനം കമ്പനിയിലേക്ക് അപ്ലൈ ചെയ്തവരുടെ ഷെയർ എടുത്തിട്ട് അവരുടെ ഷെയർ കമ്പനി അങ്ങോട്ട് തിരിച്ചു കൊടുക്കും. അവർക്ക് ലെറ്റർ ഓഫ് റിഗ്രറ്റ്, 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അവർക്ക് അയക്കുന്ന ലെറ്റർ ആണ് ലെറ്റർ ഓഫ് റിഗ്രറ്റ്. ആ റിഗ്രറ്റ് ലെറ്റർ അയച്ചുകൊണ്ട് താങ്കൾക്ക് ഞങ്ങളുടെ കമ്പനിയിൽ ഷെയർ തരാൻ പറ്റില്ല എന്നറിയിച്ചുകൊണ്ട് അവരുടെ എക്സസ് ആയിട്ട് അവരുടെ നിന്ന് മേടിച്ച പണം അവർക്ക് തിരിച്ചു കൊടുക്കും. അതാണ് ഫസ്റ്റ് ഓപ്ഷൻ. അപ്പൊ നമ്മൾ ഇവിടെ എഴുതണം, ഇതിന്റെ ഓപ്പോസിറ്റ് എൻട്രി ആണ് തിരിച്ചു കൊടുക്കുമ്പോ കേട്ടോ. അതായത് ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അത് തിരിച്ചു കൊടുക്കും. തിരിച്ചു കൊടുക്കുന്നത് ഓർത്ത് വെക്കാം. 2,000 എക്സസ് മാത്രമേ തിരിച്ചു കൊടുക്കുള്ളൂ എന്നുള്ളത് ഓർത്ത് വെക്കാം. 2,000 ഷെയർ ആണ് കൂടുതൽ, അത് തിരിച്ചു കൊടുക്കും. ഇനി അത് കഴിഞ്ഞാൽ നമ്മൾ മൂന്നാമത്തെ എൻട്രി ആയിട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഈ ആപ്ലിക്കേഷന്റെ എമൗണ്ട് എപ്പോഴും ട്രാൻസ്ഫർ ചെയ്യുന്നത് ഷെയർ ക്യാപിറ്റൽ എന്നൊരു അക്കൗണ്ടിലേക്കാണ്. അപ്പൊ നമ്മൾ അത് എഴുതും, ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ. അപ്പൊ മക്കൾ ഓർത്ത് വെക്കേണ്ടത്, ട്രാൻസ്ഫർ ചെയ്യുന്നത് എപ്പോഴും ഇഷ്യൂ ചെയ്ത നമ്പർ ആയിരിക്കണം. വിച്ച് എവർ ഈസ് ലോവർ. ചിലപ്പോൾ ഇഷ്യൂ ചെയ്തത് 10,000 ആയിരിക്കും. 8,000 പേരുടെ കയ്യിൽ നിന്ന് ആപ്ലിക്കേഷൻ കിട്ടിയോളുന്നുണ്ടെങ്കിലോ അപ്പൊ നമ്മൾ ഇഷ്യൂ ചെയ്തതല്ല ട്രാൻസ്ഫർ ചെയ്യുന്നത്, ആ റിസീവ് ചെയ്ത 8,000 ആയിരിക്കും. അതായത് ഏതാണോ കുറവ് അതാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് കേട്ടോ. ഇവിടെ നമുക്ക് 10,000 ഇഷ്യൂ ചെയ്തു, 12,000 കിട്ടി. അപ്പൊ 10,000 ആണ് കുറവ്, അതുകൊണ്ട് 10,000 ആണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അപ്പൊ ഇതാണ് ഫസ്റ്റ് ഓപ്ഷൻ. എക്സസ് റീഫണ്ട് ചെയ്തു, കഴിഞ്ഞു, കമ്പനിക്ക് എളുപ്പമായി. കൂടുതൽ കിട്ടിയത് കമ്പനി തിരിച്ചു കൊടുത്തു. അവിടെ കമ്പനിയുടെ പ്രൊസീജിയർ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റി. പക്ഷെ രണ്ടാമത്തെ മെത്തേഡാണ് ബുദ്ധിമുട്ട്. അതായത് സെക്കൻഡ് മെത്തേഡ് ഇതാണ്. അതായത് പ്രോറേറ്റയില്
അലോട്ട്മെന്റിൽ അഡ്ജസ്റ്റ് ചെയ്തു എന്നാണ് പറഞ്ഞേക്കണത്. എന്ന് പറഞ്ഞ കമ്പനിയിലേക്ക് ഷെയറിന് അപ്ലൈ ചെയ്ത എല്ലാവർക്കും കമ്പനി ഷെയർ കൊടുക്കും. പക്ഷേ എല്ലാവർക്കും ഷെയർ കൊടുക്കുമ്പോ എല്ലാവർക്കും അവരാവശ്യപ്പെട്ട നമ്പർ കൊടുക്കാൻ പറ്റില്ലല്ലോ. കൊടുത്താൽ 12,000 ഷെയർ ആകില്ലേ? അപ്പൊ കമ്പനി എന്ത് ചെയ്യും? ഒരു പ്രോറേറ്റ് എടുക്കും. പ്രോറേറ്റ് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വലിയ നമ്പറാണ് താഴെ വരുന്നത്. എപ്പോഴും കുട്ടികൾക്ക് ഡൗട്ട് വരുന്ന ഒരു കാര്യമാണ്. റിസീവ് ചെയ്ത നമ്പറാണ് നമ്മൾ താഴെ കൊടുക്കുന്നത്, ഇഷ്യൂ ചെയ്ത നമ്പർ നമ്മൾ മുകളിൽ എഴുതും. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് 0 കട്ട് ചെയ്ത് പൊക്കോളും. നമുക്ക് 10/12 എന്ന് പറഞ്ഞാൽ 12 ഷെയർ ഞാൻ കമ്പനിയിലേക്ക് ആപ്ലിക്കേഷന് പൈസ കൊടുത്തെങ്കിൽ കമ്പനി എനിക്ക് 10 ഷെയറേ തന്നോളൂ. ഈ പ്രോറേറ്റ് നമുക്ക് വേണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്യാട്ടോ. നമുക്കിത് 2 കൊണ്ട് കട്ട് ചെയ്താൽ നമുക്ക് 5/6 എന്ന് കിട്ടും. ഈ 5/6 ആണ് പ്രോറേറ്റ. അപ്പൊ പ്രോറേറ്റ വരുന്നത് ഇങ്ങനെയാണ്. 6 ഷെയറിനാണ് അപ്ലൈ ചെയ്തതെങ്കിൽ കമ്പനി അയാൾക്ക് 5 ഷെയർ ആണ് കൊടുത്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ഷെയറിന്റെ പൈസ കമ്പനിയുടെ ഉണ്ടെന്ന് ചുരുക്കം. എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ 2000 ഷെയറിന് കമ്പനിയുടെ എക്സസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ വരുന്ന കേസില് നമ്മൾ ഓർത്ത് വെക്കാം, ഫസ്റ്റ് എൻട്രിക്ക് മാറ്റമില്ല. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ആപ്ലിക്കേഷൻ നമ്മൾ എഴുതും 12,000 × 10 എഴുതും. സെക്കൻഡ് എൻട്രി, ഈ എൻട്രി നമുക്ക് വേണ്ട. അതായത് റീഫണ്ട് ചെയ്യാത്ത കേസിൽ ഈ എൻട്രി നമ്മൾ അപ്പൊ എഴുതുന്നില്ല. നമ്മൾ പ്രോറേറ്റയിൽ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് റീഫണ്ടിന്റെ എൻട്രി വേണ്ട. അപ്പൊ നമ്മൾ സെക്കൻഡ് എൻട്രി ആയിട്ട് നമ്മൾ ഇതായിരിക്കും എഴുതുന്നത്. ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രിയാണ് നമ്മൾ രണ്ടാമത്തെ എഴുതുന്നത് കേട്ടോ. ഇനി മൂന്നാമത്തെ എൻട്രി ആയിട്ട് നമ്മൾ എഴുതും. അതായത് ഞാനിപ്പോ ഇവിടെ കാണിക്കുകയാണ് തേർഡ് എൻട്രി ആയിട്ട്. അപ്പൊ നമ്മൾ എഴുതുന്നത് ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് ഡെപ്റ്റർ. അതായത് അലോട്ട്മെന്റ് ഡ്യൂ ചെയ്യുന്ന എൻട്രിയാണ് അപ്പൊ നമ്മൾ കൊടുക്കുന്നത്. ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ് നമ്മൾ എൻട്രി എഴുതും. ഇവിടെ നമ്മൾ എഴുതും 10,000 × അലോട്ട്മെന്റ് 20 ആണ്. അപ്പൊ നമ്മൾ 20 എഴുതും. ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ് 10,000 × 20 എഴുതി. അലോട്ട്മെന്റ് ഡ്യൂ ചെയ്തു. ഇനി അത് റിസീവ് ചെയ്യുമ്പോൾ അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അലോട്ട്മെന്റ് റിസീവ് ചെയ്യുമ്പോൾ, അതായത് നാലാമത്തെ എൻട്രി ആയിട്ട് നമ്മൾ എന്ത് എഴുതും നോക്കിക്കോളൂ കേട്ടോ. അതായത് ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ അലോട്ട്മെന്റ്. അലോട്ട്മെന്റ് റിസീവ് ചെയ്യുമ്പോൾ എൻട്രി ഇതാണല്ലോ വരുന്നത്. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ അലോട്ട്മെന്റ്. ഇവിടെ നമുക്ക് എമൗണ്ട് എഴുതുമ്പോ ഈ അലോട്ട്മെന്റ് ഡ്യൂ ചെയ്തിരിക്കുന്ന എമൗണ്ടിൽ നിന്ന് അലോട്ട്മെന്റ് എത്ര ഡ്യൂ ചെയ്തേക്കണേ? 2 lakh. 2 lakh rupees ആണ് നമ്മൾ അലോട്ട്മെന്റ് ഡ്യൂ ചെയ്തിരിക്കുന്നത്. 2 lakh ആണ് ഇത്. ആ 2 lakh നിന്നും നമ്മൾ എന്ത് ചെയ്യേണ്ട വരും? ശരിക്കും അലോട്ട്മെന്റ് കിട്ടേണ്ടത് 2 lakh ആണ്. അതിൽ നിന്ന് ഈ എക്സസ് ആപ്ലിക്കേഷന്റെ എമൗണ്ട്, അതായത് 2,000 × 10 അതാണല്ലോ കൂടുതൽ കിട്ടിയേക്കണേ. 20,000 rupees ആണ് കൂടുതൽ കിട്ടിയേക്കണത്. അത് നമ്മൾ മൈനസ് ചെയ്തിട്ട് വേണം അലോട്ട്മെന്റിന്റെ സമയത്ത് എമൗണ്ട് കാണിക്കാൻ. അപ്പൊ അത് ശ്രദ്ധിക്കേണ്ടത്, എക്സസ് ആയിട്ട് കിട്ടിയ എമൗണ്ട് അലോട്ട്മെന്റ് റിസീവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? അത് കുറച്ച് കാണിക്കണം. അങ്ങനെ കുറച്ച് കാണിച്ചിട്ടുള്ള എമൗണ്ട് ആണ് നമ്മൾ റിസീവ് ചെയ്യുന്ന സമയത്ത് എഴുതുന്നത് കേട്ടോ. പ്രോറേറ്റയിൽ അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി ഈ പ്രോറേറ്റയിൽ ഉണ്ടല്ലോ, അലോട്ട് ചെയ്ത നമ്പർ ആരെങ്കിലുമൊക്കെ ഫെയിൽ ആകാം, പ്രീമിയം വരാം, ആരെങ്കിലും ഫെയിൽ ചെയ്യാം, അവിടെ അലോട്ട് ചെയ്ത നമ്പർ തരാം, അപ്ലൈ ചെയ്ത നമ്പർ തരാം. അതൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അടുത്ത ക്ലാസ്സിൽ ഞാനത് പറയാം. എല്ലാം കൂടി ഒരുമിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. കുറേശ്ശെ പോർഷൻ നമുക്ക് ഇതിന്റെ പഠിച്ചു പോകാം. അപ്പൊ ഇതിന് വേണമെങ്കിൽ നമുക്കുണ്ടല്ലോ കമ്പൈൻ ചെയ്ത് ഒറ്റ എൻട്രി ആയിട്ട് എഴുതാം. ചില കുട്ടികൾക്ക് അത് കമ്പൈൻ ചെയ്തുള്ള എൻട്രി ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് എഴുതുന്ന അറിയാമോ? അതായത് ഷെയർ ആപ്ലിക്കേഷൻ ടു ബാങ്ക് കമ്പൈൻ ചെയ്ത എൻട്രി ആയിട്ട് നമ്മൾ എഴുതുമ്പോൾ ഓരിട്ട് ഞാൻ കാണിക്കുകയാണ്. അപ്പൊ നമുക്ക് എഴുതാം ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക്. തിരിച്ചു കൊടുക്കുന്നത് ബാങ്കിൽ കാണിക്കാം. ടു ഷെയർ ക്യാപിറ്റൽ ട്രാൻസ്ഫർ ചെയ്യണ എമൗണ്ട്. ടു ഷെയർ അലോട്ട്മെന്റ് എന്ന് പറഞ്ഞ ഒറ്റ എൻട്രി ആയിട്ട് നമുക്ക് വേണമെങ്കിൽ എഴുതാം. എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷന്റെ എമൗണ്ട് തിരിച്ചു കൊടുക്കണോ, ഷെയർ ക്യാപിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു, അതുപോലെ തന്നെ എക്സസ് അഡ്ജസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ റീഫണ്ടും അഡ്ജസ്റ്റും ഉള്ള കേസിലാണ് ഇത് വരുന്നത്. റീഫണ്ട് ചെയ്യുന്നത് ഇവിടെ വരും, അഡ്ജസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് ഇവിടെ വരും. രണ്ടും കൂടി ഉണ്ടെങ്കിൽ രണ്ടും കൂടി നമുക്ക് തരാം. കുറെ റീഫണ്ട് ചെയ്തു, കുറെ അഡ്ജസ്റ്റ് ചെയ്തു എന്നൊക്കെ പറയാം. അപ്പൊ റീഫണ്ട് ചെയ്യുന്നത്
ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് എന്ന് പറഞ്ഞ് കാണിക്കണം. ട്രാൻസ്ഫർ ചെയ്യുന്നത്, അതായത് ഈ എമൗണ്ട് ഷെയർ ആപ്ലിക്കേഷൻ എമൗണ്ട് ഷെയർ ക്യാപിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത എമൗണ്ട് ഇവിടെ കാണിക്കണം. നമ്മൾ ഇവിടെ കുറച്ച് ഈ 20,000 എക്സസിന്റെ എമൗണ്ട് അത് നമ്മൾ ടു ഷെയർ അലോട്ട്മെന്റ് എന്ന് പറഞ്ഞ് എഴുതണം. ഇനി അലോട്ട്മെന്റ് റിസീവ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യണത് ഈ ഡ്യൂ ചെയ്ത എമൗണ്ടിൽ നിന്ന് ഈ എമൗണ്ട് ഇവിടെ നമ്മൾ കൊടുക്കുന്ന 20,000 ആണല്ലോ, അത് കുറച്ചിട്ടായിരിക്കും കാണിക്കുന്നത്. അപ്പോ ഒറ്റ എൻട്രി ആയിട്ട് വേണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ ഇതുപോലെ എഴുതി പോയാൽ മതി. ഇതാകുമ്പോ തെറ്റില്ല. ഫസ്റ്റ് എൻട്രി ആപ്ലിക്കേഷൻ റിസീവ് ചെയ്തു, അത് കഴിഞ്ഞ് റീഫണ്ട് ചെയ്തു, അത് കഴിഞ്ഞ് ട്രാൻസ്ഫർ ചെയ്തു. അലോട്ട്മെന്റിലാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റ് എൻട്രി ഇത് വരും, സെക്കൻഡ് എൻട്രി ട്രാൻസ്ഫർ ചെയ്യും, തേർഡ് എൻട്രി അലോട്ട്മെന്റ് ഡ്യൂ ചെയ്യും, ഫോർത്ത് എൻട്രി അലോട്ട്മെന്റ് റിസീവ് ചെയ്യുമ്പോൾ എക്സസിന്റെ എമൗണ്ട് നമ്മൾ അവിടെ കുറച്ച് കാണിക്കും. അങ്ങനെ ഇതാണ് പ്രോറേറ്റയിൽ അലോട്ട്മെന്റിൽ അഡ്ജസ്റ്റ് ചെയ്യണതും റീഫണ്ട് ചെയ്യണതും. പിന്നെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇത് അലോട്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ അപ്ലൈ ചെയ്തതും ഫെയിൽ ആകുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആണ് അടുത്ത ക്ലാസ്സിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ അടുത്ത ക്ലാസ് ഇപ്പൊ നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ പലരും ലൈക്ക് ചെയ്യുന്നില്ല, എല്ലാവരും ലൈക്ക് ചെയ്യണം. പിന്നെ മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഇത് ഷെയർ ചെയ്യണം. ഏപ്രിൽ മാസത്തിലെ എക്സാമിന് എല്ലാവർക്കും ഇത് ഉപകാരമാകുന്ന രീതിയിൽ കുറേശ്ശെ പോർഷൻസ് ആണ് ഞാൻ നിങ്ങൾക്ക് ഡെയിലി എടുക്കാൻ പോകുന്നത്. ഓക്കെ.